ഈയിടെയായിട്ട് ഒരുപാട് കേൾക്കുന്നൊരു സംഭവമാണ് കേട്ടോ. സ്ട്രെസ്സ്, അതുപോലെ ഡിപ്രഷൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാത്തവർ ചുരുക്കമാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലെങ്കിലും എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഈ വേസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട്. നമ്മൾ ഇന്നൊരു ഏജ് എത്തുമ്പോൾ നമ്മൾ ഇന്നൊരു ലെവലിലെത്തണം, നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫ്, കമ്പാനിയൻ, അങ്ങനെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്, ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ ബീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡിപ്രഷൻ, സ്ട്രെസ്സ്, അതുപോലെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിനെന്താ വേണ്ടത്? രണ്ട് സൊല്യൂഷനാണുള്ളത്. ഒന്നുകിൽ നമ്മൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ ഒരു എയിമിലേക്ക് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്താണോ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതല്ല, നമുക്കൊരുപാട് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയി നമുക്കങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചൊരു ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല, എന്നാലും ഇതാണ് ഈ കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ ഏതൊക്കെ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്ര ക്രിയേറ്റീവ് ആവാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ആരും നമ്മൾ ഉന്തി തള്ളി വിടത്തില്ല. നമ്മൾ തന്നെ വേണം അതിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക.